ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ മൈദ വെച്ചിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തി, ലെയറായിട്ടുള്ളൊരു ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതുപോലത്തെ കുഴിയുള്ളൊരു പാത്രത്തിൽ അരിപ്പ വെച്ചിട്ട് 2 കപ്പ് മൈദ അരിച്ചെടുക്കുക. ഇനി 1 കപ്പ് ചോറ് എടുത്ത് മിക്സിൻ്റെ ജാറിലിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഈ അരച്ച് വെച്ച ചോറ് ഈ മൈദയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാണ് ചെയ്യണത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയാണ് നമ്മുടെ കുഴ കേട്ടോ. നന്നായിട്ട് കുഴച്ച് നല്ല ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കിട്ടും. ഇനി ഇത് ഓരോ ബോൾസായിട്ട് എടുത്ത് പരത്തി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. കല്ലിന്ന് പുറത്ത് പോയത് കാരണം കൗണ്ടർ ടോപ്പിലിട്ട് പരത്തുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ഓയിൽ എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കട്ടോ. എന്നിട്ട് വീണ്ടും പരത്തിയെടുക്കുക. കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് പരത്തട്ടോ. ഇനി പരത്തിയെടുത്ത ചപ്പാത്തി ഒന്ന് വേവിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ഈ ചപ്പാത്തിക്കൊന്ന് ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ചപ്പാത്തി വെന്ത് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും അറിയിക്കണം കേട്ടോ. ഇനി വേറെ നല്ലൊരു വീഡിയോ ആയി വരും വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.